കുതിച്ചു പായുന്ന ട്രെയിനിൽ കിതച്ചു പോകുന്ന സുരക്ഷ. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും ചവിട്ടി താഴെയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എഫ്ഐആർ. വാതിലിന് മുന്നിൽ നിന്നും മാറി നിൽക്കാത്തതാണ് പ്രതി സുരേഷ് കുമാറിനെ പ്രകോപിപ്പിച്ചത്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരം. മദ്യപിച്ചു ലക്കുകെട്ട നരാധമൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി താഴെയിടുന്നു. തലസ്ഥാനം ഇന്നലെ ഉറങ്ങാൻ കിടന്നത് ഈ ഞെട്ടലോടെയാണ്. അതിക്രമം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പെൺകുട്ടി ജീവന് വേണ്ടി മല്ലിടുന്നു. കേരളം ഒന്നടങ്കം ചോദിക്കുന്നു, എവിടെയുണ്ട് സ്ത്രീ സുരക്ഷ? എങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ ധൈര്യത്തോടെ നിരത്തിലിറങ്ങും? തിരുവനന്തപുരം പാലോട് സ്വദേശിയായ 19-കാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് എഫ്ഐആറിലുള്ളത്. വെള്ളറട സ്വദേശി സുരേഷ് കുമാർ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത്. നടുവിന് ചവിട്ടി പുറത്തേക്കിട്ട ശേഷം ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികയെയും തള്ളിയിടാൻ ശ്രമിച്ചു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും പോലീസ് എഫ്ഐആറിലുണ്ട്. കുറ്റസമ്മതം നടത്തിയ ഇയാളെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ട്രോമാ കെയർ ICUവിലാണ് പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിന് ശേഷം മാത്രമേ അപകടനില തരണം ചെയ്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിയെ ഇന്ന് വഞ്ചിയൂർ CGM കോടതിയിൽ ഹാജരാക്കും. 2011 സൗമ്യയിൽ അവസാനിക്കണമെന്ന് ആവർത്തിച്ചു പറഞ്ഞതാണ്. നടപ്പിലായിട്ടില്ല. കുറ്റകൃത്യങ്ങൾ അന്ത്യമില്ലാതെ തുടരുന്നു. കുറച്ചധികം കുടുംബങ്ങൾ കണ്ണുനീർ പൊഴിക്കുന്നു. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.